അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു സംഭവം ട്രൈ ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ ഗ്രീൻ പീസ് മസാല. ഇത് 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് റെഡിയാക്കിയിട്ട് കട്ടൻ ചായയൊക്കെ ഇട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്ന് കഴിക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഇന്ന് വൈകുന്നേരം നമ്മളിതങ്ങ് സെറ്റാക്കി. അപ്പോൾ ഇത് ഞാൻ മുമ്പ് 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഒന്ന് കോഴിക്കോട് ബീച്ചിൽ നിന്നും, പിന്നെ ഈ കഴിഞ്ഞ നോമ്പിൽ നമ്മുടെ അഗത്തി ദ്വീപിലെ കല്ലുമ്മക്കായ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് രാത്രി പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയാക്കി നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളത് റെഡിയാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റജീദൊക്കെ കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളുണ്ടാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് അത് അടിപൊളിയാണെന്ന് പറയുമ്പം നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു ഭയങ്കരമാണ് കേട്ടോ. ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ദ്വീപിലെ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ലഗൂൺ ബീച്ചിൽ പോയി. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്നും കാണുന്നതിൻ്റെ അത്രയും വലിയ ക്രൗഡും കാര്യങ്ങളും ഒന്നും ഇന്നിവിടെ കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് കുറേ ഗസ്റ്റുകളെയും കൊണ്ട് വണ്ടികളൊക്കെ തെക്കോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ തെക്ക് ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ കാണുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ കുറച്ച് മുന്നേ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കുറേ ഫിഷിംഗ് ബോട്ടുകൾ അവിടെ ഇങ്ങോട്ട് ലൈനായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ കറങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് സമയം പോകും കേട്ടോ. ഒരു ചായ കുടിച്ച് കഴിയുമ്പം തന്നെ സന്ധ്യയാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ തീർന്നു.